കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ TV പ്രശാന്തന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലെയും കരാറിലെയും ഒപ്പ് തന്റേത് തന്നെയെന്ന് TV പ്രശാന്തൻ. തനിക്ക് 2 ഒപ്പുണ്ടെന്നും TV പ്രശാന്തന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പ്രചാരണ വീഡിയോ CPIMന്റെ FB പേജിൽ വന്ന സംഭവത്തിൽ മെറ്റയ്ക്ക് അപേക്ഷ നൽകി പോലീസ്. ഫേസ്ബുക്ക് മാതൃ കമ്പനിയെ സമീപിച്ചത് വീഡിയോ പോസ്റ്റ് ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ. തർക്കത്തെ തുടർന്ന് CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം നിർത്തിവെച്ചു. ജില്ലാ സെക്രട്ടറി നേരിട്ട് പങ്കെടുത്ത സമ്മേളനമാണ് അലങ്കോലപ്പെട്ടത്. നിലവിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് റിപ്പോർട്ട് അവതരണത്തിന് അനുമതി നൽകാത്തതാണ് തർക്കത്തിന്റെ തുടക്കം. സമൂഹ മാധ്യമമായ എക്സിൽ നിന്ന് പിന്മാറി ബ്രിട്ടീഷ് മാധ്യമം ദ ഗാർഡിയൻ. തീവ്ര വലത് നിലപാടും വംശീയതയും നിറയുന്ന പ്ലാറ്റ്ഫോമായി ഇലോൺ മസ്കിന്റെ എക്സ് മാറിയെന്ന വിമർശനം. ആലപ്പുഴയിൽ കാപ്പ കേസ് പ്രതി പോലീസുകാരെ ബൈക്കിടിച്ച് പരിക്കേൽപ്പിച്ചു. കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ അരുണിനും സലിമിനും പരിക്ക്. ആക്രമണം കാപ്പ കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് മടങ്ങുമ്പോൾ. ബാറിനു വേണ്ടി സ്കൂളിന്റെ പ്രധാന കവാടം മാറ്റിപ്പണിയുന്നു എന്നാരോപിച്ച് തിരുവനന്തപുരം SMVHS സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. 200 മീറ്റർ ദൂരപരിധി ഉറപ്പാക്കാനാണ് സ്കൂളിന്റെ കവാടം പൊളിക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾ. ബ്രിട്ടീഷ് എഴുത്തുകാരി സമന്ത ഹാർവേയ്ക്ക് 2024 ബുക്കർ പുരസ്കാരം. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 6 യാത്രികർ ഭൂമിയെ വലം വയ്ക്കുന്നതാണ് നോവലിന്റെ പ്രതിപാദ്യം.